ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഇഡ്ലി അരിയാണ് എടുക്കുന്നത്. ഇഡ്ലി അരി ഇല്ലെന്ന് വെച്ചാൽ നമ്മൾക്ക് 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് പുഴുങ്ങലരിയും കൂടിയിട്ട് എടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഉഴുന്നാണ് പിന്നെ എടുക്കേണ്ടത്. അതിനുശേഷം 1 സ്പൂൺ ഉലുവ ചേർക്കണം, 1 ടീസ്പൂണാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുണ്ടല്ലോ അത് ചേർക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക രണ്ടും. പിന്നെ നമ്മൾക്ക് കുതിർത്ത് വയ്ക്കാം ഒരു 4 മണിക്കൂർ. ഇപ്പോൾ ഇത് 4 മണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അരച്ചെടുക്കണം. മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. മിക്സിയിലോട്ടുള്ള അളവാണ് ഇത്. അപ്പം ഇതിലോട്ട് ഇനി 1/2 കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉഴുന്നും അരിയും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇഡ്ലിയുടെയൊക്കെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇതുപോലെ ബബിൾസ് വരുന്നത് പോലെ. അതിനുശേഷം എടുത്ത് വയ്ക്കാം. നമ്മൾക്കൊരു 8 മുതൽ 12 മണിക്കൂർ വരെ വയ്ക്കാം. ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ രാത്രി എടുത്ത് വെച്ചതാണ്. ഇപ്പം രാവിലെ നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇത് കണ്ടോ. ഇനി ഇതിലോട്ട് ദോശമാവല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുക. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാരണ വേറെ എണ്ണയോ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുകിടുക. പിന്നെ നമ്മൾക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതും കൂടിയിട്ട് ഇടാം. എന്നിട്ട് ഇതൊന്ന് ഉഴുന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റാം. പിന്നെ നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. പിന്നെ 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇടുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതേപോലെ തന്നെ 1 സ്പൂൺ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കൂട്ടാം നിങ്ങൾക്ക് അളവ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർക്കണം. ഇത് ഞാൻ നേരത്തെ തന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചതച്ച് വെച്ചതാണ്. അപ്പം ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഒരുപാട് വെള്ളമായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ദോശ ഉണ്ടാക്കാം. ഇനി നമ്മൾക്കൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇതിപ്പോൾ കൂടുതൽ ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തതാണ്, ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ദോശ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇതിലും തിന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. നമ്മൾക്ക് ഇങ്ങനെ പരന്നിരിക്കുന്ന ബാക്ക് സൈഡ് പരന്നിരിക്കുന്നത് എടുത്തിട്ട് അതുകൊണ്ട് പരത്തുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും, ശരിക്കും പേപ്പർ ദോശയൊക്കെ പോലത്തെ. അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അനിയത്തിയാണ്, സച്ചു. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലോട്ടൊന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. നല്ല മുകളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് മസാല ഇതിലോട്ട് ചേർക്കാം. ഇനി 2 സൈഡും മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ദോശ എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ബാക്ക് സൈഡൊക്കെ നല്ല കളറിലാണ് ഇരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നല്ല കളറിലും അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കേണ്ടത്. നല്ലൊരു മണമാണ് വരുന്നത്. അതും കടലപ്പരിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.